ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. നാളെ നടക്കുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എക്സാമിനേഷൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഈ വീഡിയോയിൽ ഉള്ളത്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ അഗ്നിരക്ഷാ ദിനാചരണം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടുള്ളതാണ്? ഓപ്ഷൻ ഡി, ബോംബെ വിക്ടോറിയ തുറമുഖത്തെ തീ അപകടം. LPG ഇന്ധനത്തിൽ മണം തിരിച്ചറിയുന്നതിന് ചേർക്കുന്ന രാസവസ്തുവിൻ്റെ പേരെന്ത്? ഓപ്ഷൻ ഡി, ഈഥൈൽ മെർകാപ്റ്റൻ. അപകടകരമായ രാസപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്ന വാഹനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എമർജൻസി ഇൻഫർമേഷൻ പാനലിലെ 3YE എന്ന കോഡിലുള്ള സംഖ്യ 3 സൂചിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻ ബി, പത ഉപയോഗിക്കുക. അന്തരീക്ഷവായുവിൽ ഓക്സിജന്റെ അളവ് എത്ര ശതമാനമാണ്? ഓപ്ഷൻ സി, 21%. താഴെ പറയുന്നവയിൽ വേപ്പർ ഡെൻസിറ്റി, വാതക സാന്ദ്രത കൂടിയ പദാർത്ഥം ഏത്? ഓപ്ഷൻ സി, LPG. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയയുടെ പേരെന്ത്? ഓപ്ഷൻ സി, ഉൽപ്പതനം. താഴെ പറയുന്നവയിൽ അഗ്നിശമന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏത്? ഓപ്ഷൻ എ, കാർബൺ ഡൈ ഓക്സൈഡ്. വെള്ളവുമായി പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെടാത്ത പദാർത്ഥം ഏത്? ഓപ്ഷൻ ബി, ബെർലിയം. നാഷണൽ ഫയർ സർവീസ് കോളേജിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ഡി, നാഗ്പൂർ. പ്രഥമ ശുശ്രൂഷയുടെ തത്വങ്ങളിൽ പെടാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി, വളരെ പതുക്കെയും ശാന്തതയോടും കൂടി പ്രവർത്തിക്കുക. പ്രഥമ ശുശ്രൂഷയുടെ തത്വങ്ങളിൽ പെടുന്ന പ്രസ്താവനകളാണ് വളരെ പെട്ടെന്നും ശാന്തതയോടും കൂടി പ്രവർത്തിക്കുക, അത്യാഹിതമുണ്ടായ വ്യക്തിയോടൊപ്പം നിൽക്കുക, അത്യാഹിതമുണ്ടായ വ്യക്തിയെ ധൃതിയിലും സങ്കടത്തോടും കൈകാര്യം ചെയ്യരുത്. മനുഷ്യ ശരീരത്തിലെ മൊത്തം അസ്ഥികളുടെ എണ്ണം? ഓപ്ഷൻ സി, 206. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ചോക്കിംഗ് എന്നാൽ? ഓപ്ഷൻ സി, മൊത്തമായോ ഭാഗികമായോ ശ്വാസനാളത്തിൽ ഉണ്ടാകുന്ന തടസ്സം. മുറിവിൽ അണുബാധ തടയുന്നതിന് വേണ്ടി ചെയ്യരുതാത്തതെന്ത്? ഓപ്ഷൻ ബി, മുറിവ് തിളയ്ക്കുന്ന വെള്ളത്തിൽ കഴുകുക. മുറിവിൽ അണുബാധ തടയുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് മുറിവ് ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുക, മുറിവ് അണുവിമുക്തമായ ബാൻഡേജ് കൊണ്ട് കെട്ടുക, ആവശ്യമില്ലാതെ മുറിവിൽ തൊടാതിരിക്കുക. ശക്തമായ രക്തസ്രാവത്തിന് ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ? ഓപ്ഷൻ ബി, സമ്മർദ്ദത്തിൽ ബാൻഡേജ് ചെയ്യുക. പൊള്ളൽ ഉണ്ടായ വ്യക്തിക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ? ഓപ്ഷൻ എ, പൊള്ളലുണ്ടായ വ്യക്തിയെ കിടക്കുവാൻ അനുവദിക്കുക. അസ്ഥിയൊടിവിൻ്റെ ലക്ഷണം അല്ലാത്തതെന്ത്? ഓപ്ഷൻ ഡി, ഒടിവുള്ള ഭാഗത്ത് തൊലിയിൽ തീർച്ചയായും മുറിവുണ്ടായിരിക്കും. അസ്ഥിയൊടിവിൻ്റെ ലക്ഷണങ്ങളാണ് ഒടിവുള്ള ഭാഗത്ത് നീരുണ്ടായിരിക്കും, ഒടിവുള്ള ഭാഗം ചലിപ്പിക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും, ഒടിവുള്ള ഭാഗത്ത് വേദന ഉണ്ടായിരിക്കും. പാമ്പുകടി ഏറ്റതിൻ്റെ ഒരു ലക്ഷണം? ഓപ്ഷൻ എ, ഒരു ജോഡി ചെറിയ മുറിവ്. സൈബർ ഭീകരവാദത്തിന് വിവരസാങ്കേതിക നിയമം പ്രതിപാദിക്കുന്ന പരമാവധി ശിക്ഷ? ഓപ്ഷൻ ബി, ജീവപര്യന്തം തടവ്. ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുകയോ അശ്ലീല വസ്തുക്കൾ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നത് ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി, സൈബർ പോർണോഗ്രാഫി. താഴെ പറയുന്ന വസ്തുക്കളിൽ ഉൽപ്പതനത്തിന് ഉദാഹരണമാകാവുന്ന വസ്തുവേത്? ഓപ്ഷൻ ബി, 2 മാത്രം. കർപ്പൂരം. LPGയുടെ ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് എത്ര? ഓപ്ഷൻ ബി, 2%. LPG ലീക്ക് തിരിച്ചറിയുന്നതിനായി ഗന്ധം നൽകുന്നതിന് LPGയിൽ ചേർക്കുന്ന രാസവസ്തു ഏത്? ഓപ്ഷൻ എ, ഈഥൈൽ മെർകാപ്റ്റൻ. ബ്ലീവ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത്? ഓപ്ഷൻ സി, ബോയിലിംഗ് ലിക്വിഡ്
എക്സ്പാൻഡിംഗ് വേപ്പർ എക്സ്പ്ലോഷൻ. ഹൈഡ്രോളിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിന് പിന്നിലെ പ്രവർത്തന തത്വം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി പാസ്കലിൻ്റെ നിയമം. ഹാനികരമായ വസ്തുക്കളുടെ ട്രാൻസ്പോർട്ടേഷനു വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ അപകടമുണ്ടായാൽ ഉപയോഗിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വസ്തുവിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തി സൂക്ഷിച്ചിരിക്കുന്ന രേഖയാണ് ഓപ്ഷൻ എ ട്രംപ് കാർഡ്. ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം എത്ര? ഓപ്ഷൻ സി 540 kcl/kg. ഡിസ്ചാർജ് ഹോൺ ഏതുതരം ഫയർ എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ ഭാഗമാണ്? ഓപ്ഷൻ എ 2 മാത്രം. കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്ക്യൂഷർ. മണ്ണെണ്ണയുടെ ഫ്ലാഷ് പോയിന്റ് എത്ര? ഓപ്ഷൻ ഡി 38 ഡിഗ്രി സെൽഷ്യസ്. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? ഓപ്ഷൻ സി വിറ്റാമിൻ കെ. പ്രഥമ ശുശ്രൂഷയിൽ CPR എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ സി കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ. താഴെ പറയുന്നവയിൽ എമർജൻസി ഹോർമോൺ ഏത്? ഓപ്ഷൻ എ അഡ്രിനാലിൻ. രക്തത്തിലെ ഓക്സിജൻ വാഹകർ താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ സി ഹീമോഗ്ലോബിൻ. വലിയ അളവിലുള്ള രക്തസ്രാവം നിയന്ത്രിക്കുന്നതിന് പ്രഥമ ശുശ്രൂഷ സമയത്ത് സ്വീകരിക്കാവുന്ന രീതി ഏത്? ഓപ്ഷൻ ബി ബന്ധപ്പെട്ട പ്രഷർ പോയിന്റുകളിൽ തുടർച്ചയായി മർദ്ദം ചെലുത്തുക. താഴെ പറയുന്നവയിൽ ശ്വസിച്ചാൽ ഏറ്റവും അപകടകരമായത് ഏത്? ഓപ്ഷൻ ഡി കാർബൺ മോണോക്സൈഡ്. പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി 3. പൊള്ളലേറ്റ ഭാഗം ലഭ്യമായ തുണി ഉപയോഗിച്ച് കെട്ടിവെക്കണം. പ്രഥമ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്: പൊള്ളലേറ്റ ഭാഗത്തുണ്ടായ കുമിളകൾ പൊട്ടിക്കരുത്, പൊള്ളലേറ്റ ഭാഗത്ത് വസ്ത്രം ഉരുകി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യരുത്. താഴെ പറയുന്നതിൽ പ്രഥമ ശുശ്രൂഷകൻ ചെയ്യരുതാത്തത് ഏതാണ്? ഓപ്ഷൻ എ 4. അറിയാവുന്ന ചികിത്സ നൽകണം. താഴെ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷകൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്: പ്രഥമ ശുശ്രൂഷയുടെ മുൻഗണന നിശ്ചയിക്കണം, സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്തണം, അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കണം. അസ്ഥിഭംഗത്തോടൊപ്പം അസ്ഥി മാംസപേശികളും ത്വക്കും ഭേദിച്ച് പുറത്തു വരുന്നത്? ഓപ്ഷൻ ഡി വിഷമഭംഗം. IT നിയമത്തിലെ ഏതു വകുപ്പാണ് സൈബർ ഭീകരതയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ സി വകുപ്പ് 66F. കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് IT ആക്ട് 2000 ഏതു വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? ഓപ്ഷൻ എ വകുപ്പ് 66D. യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യമായ താപത്തിൻ്റെ അളവാണ് ഡാഷ്. ഓപ്ഷൻ എ വിശിഷ്ട താപധാരിത. ജ്വലനത്തിന് കാരണമായ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി അഗ്നിശമനം നടത്തുന്നതിനായി അവലംബിക്കുന്ന മാർഗങ്ങളിൽ ചുവടെ ചേർക്കുന്നവയിൽ ശരിയായവ ഏത്? ഓപ്ഷൻ സി മുകളിൽ പറയുന്നവയെല്ലാം. 1, 2, 3. സ്റ്റാർവേഷൻ, സ്മോദറിംഗ്, കൂളിംഗ്. ചുവടെ ചേർക്കുന്നവയിൽ മാധ്യമം ആവശ്യമില്ലാത്ത താപപ്രേഷണം ഏതാണ്? ഓപ്ഷൻ ബി വികിരണം. അവസ്ഥാമാറ്റം സംഭവിക്കുന്നതിന് യൂണിറ്റ് മാസുള്ള പദാർത്ഥത്തിന് ആവശ്യമായ താപകത്തെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി ലീനതാപം. ജ്വലന ത്രികോണം പ്രകാരം ജ്വലനം നടക്കുന്നതിനാവശ്യമായ ഘടകങ്ങൾ ചുവടെ ചേർക്കുന്നവയിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി 1, 3, 4 മാത്രം. താപം, ഓക്സിജൻ, ഇന്ധനം. അഗ്നിശമനത്തിനായി ഉപയോഗിക്കുന്ന ഡ്രൈ കെമിക്കൽ പൗഡർ BC ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്യൂഷറുകളിൽ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങൾ ചുവടെ ചേർക്കുന്നവയിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി മുകളിൽ പറയുന്നവയെല്ലാം. 1, 2, 3, 4. സോഡിയം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം സ്റ്റിയറേറ്റ്, മഗ്നീഷ്യം കാർബണേറ്റ്, ട്രൈകാൽസ്യം ഫോസ്ഫേറ്റ്. ഡ്രൈ ഐസ് എന്നാൽ എന്താണ്?
ഓപ്ഷൻ സി ഖര കാർബൺ ഡൈ ഓക്സൈഡ്. ജ്വലന സ്രോതസ്സിൻ്റെ സഹായം ഇല്ലാതെ ഒരു വസ്തു സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെ പറയുന്ന പേരെന്ത്? ഓപ്ഷൻ എ ജ്വലന ഊഷ്മാവ്. LPGയുടെ ഹസാർഡസ് കെമിക്കൽ കോഡ് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി 2WE. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതെല്ലാം. ജീവൻ രക്ഷിക്കുക, വേദന കുറയ്ക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. രക്തസ്രാവം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ. ഓപ്ഷൻ സി രണ്ടും ശരി. വിശ്രമം ഉയർത്തുക. ശ്വാസതടസ്സത്തിൻ്റെ കാരണം അല്ലാത്തതേത്? ഓപ്ഷൻ ബി രക്തം ഛർദ്ദിക്കുക. ശ്വാസതടസ്സത്തിൻ്റെ കാരണങ്ങളാണ് വൈദ്യുതാഘാതം, ശ്വാസനാളത്തിലെ തടസ്സം, വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്നു പോകുക. ഷോക്കിൻ്റെ രോഗലക്ഷണം അല്ലാത്തതേത്? ഓപ്ഷൻ ബി അപസ്മാരം. ഷോക്കിൻ്റെ രോഗലക്ഷണങ്ങളാണ് അമിത നാഡീസ്പന്ദനം, മുഖത്തുള്ള വിളർച്ച, ശ്വാസം മുട്ടൽ. അണലിവിഷം ശരീരത്തിൽ എങ്ങനെ ബാധിക്കുന്നു? ഓപ്ഷൻ എ രക്തക്കുഴലുകളെ. പെട്ടെന്നുള്ള മരണകാരണം. ഓപ്ഷൻ എ ഹൃദയാഘാതം. പൊള്ളലിൻ്റെ പ്രാഥമിക ശുശ്രൂഷ എന്ത്? ഓപ്ഷൻ സി നിലത്തുരുളുക. ഭക്ഷണപദാർത്ഥങ്ങൾ ശ്വാസനാളത്തിൽ തടഞ്ഞാൽ എന്തു ചെയ്യും? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതെല്ലാം. ചുമയ്ക്കുക, പുറത്ത് തട്ടുക, വാരിയെല്ലുകൾക്ക് താഴെ കൈ കോർത്തു പിടിക്കുക. ഹൃദയാഘാതം മൂലമുള്ള നെഞ്ചുവേദന എങ്ങനെ തിരിച്ചറിയാം? ഓപ്ഷൻ സി നെഞ്ചിൽ നിന്നും ഇടത്തെ തോളിലേക്ക് കൈകളിലേക്ക് പടരുന്ന വേദന. പോലീസ് കണ്ടുകെട്ടിയ ഒരു മൊബൈൽ ഫോണിൻ്റെ ഉടമ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ അടങ്ങുന്ന ഫയൽ സ്വമേധയാ സ്വീകരിച്ചതായും ഡൗൺലോഡ് ചെയ്തതായും കണ്ടെത്തി. എന്നാൽ ഫോൺ ഉടമ ആ ഫയലുകൾ മറ്റാർക്കും അയച്ചിരുന്നില്ല. ആ വ്യക്തി താഴെ പറയുന്നവയിൽ ഏത് വകുപ്പ് പ്രകാരമുള്ള കുറ്റത്തിന് അർഹനാണ്? ഓപ്ഷൻ സി വകുപ്പ് 67B വിവരസാങ്കേതിക നിയമം 2000. കമ്പ്യൂട്ടറിൻ്റെ ഉടമയുടെ അനുമതിയില്ലാതെ ആരെങ്കിലും അനധികൃതമായി സത്യസന്ധതയില്ലാതെയോ വഞ്ചനാപരമായോ ആ കമ്പ്യൂട്ടറിൽ പ്രവേശനം ചെയ്താൽ ആ വ്യക്തിക്കെതിരെ വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം ഏത് കുറ്റം ചുമത്താവുന്നതാണ്? ഓപ്ഷൻ ബി വകുപ്പ് 66 കമ്പ്യൂട്ടർ സംബന്ധമായ കുറ്റകൃത്യങ്ങൾ. ക്ലാസ് ബി ഫയറുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ ബി 3 മാത്രം. ജ്വലന സ്വഭാവമുള്ള ദ്രാവകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ജ്വലനവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 1, 2, 3. ജ്വലനം ഒരു താപമോചക രാസപ്രവർത്തനമാണ്. ഒരു വസ്തു ഓക്സിജനുമായി സംയോജിച്ച് താപവും പ്രകാശവും പുറത്തുവിടുന്ന രാസപ്രവർത്തനമാണ് ജ്വലനം. ജ്വലനത്തിൻ്റെ നിലനിൽപ്പ് ജ്വലന സ്വഭാവമുള്ള വസ്തുവിൻ്റെയും ഓക്സിജൻ്റെയും ലഭ്യതയെ ആശ്രയിച്ചിരിക്കുന്നു. അഗ്നിബാധയുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ കത്തുന്ന ഇന്ധനങ്ങളുടെ സമീപത്ത് നിന്നും ഓക്സിജനെ നീക്കം ചെയ്ത് അഗ്നിബാധ കെടുത്തുന്ന രീതിയെ പറയുന്ന പേരാണ്? ഓപ്ഷൻ എ സ്മോതറിംഗ്. കത്താൻ പര്യാപ്തമായ ഒരു ദ്രാവകം അല്ലെങ്കിൽ വാതകം അന്തരീക്ഷവായുവുമായി ചേരുമ്പോഴുള്ള മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ മിന്നൽ മാത്രയിൽ കത്തി അണയുന്നതിനു വേണ്ട കുറഞ്ഞ ഊഷ്മാവിനെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ ബി ഫ്ലാഷ് പോയിന്റ്. യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിനാവശ്യമായ താപമാണ്? ഓപ്ഷൻ ഡി വിശിഷ്ട താപധാരിത, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അഗ്നിശമനത്തിന് ഉപയോഗിക്കുന്ന ഡ്രൈ കെമിക്കൽ പൗഡറിൽ ഉൾപ്പെടാത്ത ഘടകം ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി കോപ്പർ സൾഫേറ്റ്. ഡ്രൈ കെമിക്കൽ പൗഡറിൽ ഉൾപ്പെടുന്ന ഘടകങ്ങളാണ് സോഡിയം ബൈകാർബണേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ട്രൈകാൽസ്യം ഫോസ്ഫേറ്റ്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം അഗ്നിശമനത്തിനായി ഉപയോഗിക്കുന്നതിനുള്ള കാരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ 3 മാത്രം. തുറസായ സ്ഥലത്ത് ഫലപ്രദമായി ഉപയോഗിക്കുവാൻ സാധിക്കുന്നു. MSDSൻ്റെ ശരിയായ പൂർണ്ണരൂപം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി
മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് LPGന് നൽകിയിരിക്കുന്ന യുണൈറ്റഡ് നേഷൻസ് നമ്പർ താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ 1075. CPRന്റെ ശരിയായ പൂർണ്ണരൂപം ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി കാർഡിയോ പൾമനറി റെസസിറ്റേഷൻ. വിവരസാങ്കേതിക വിദ്യാ നിയമം 2000 സെക്ഷൻ 65 ഏതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഓപ്ഷൻ സി കമ്പ്യൂട്ടർ ഉറവിട രേഖകളിലെ കൃത്രിമം. വിവരസാങ്കേതിക വിദ്യാ നിയമം 2000 പ്രകാരം സ്വകാര്യത ലംഘിക്കുന്നതിനുള്ള ശിക്ഷയെപ്പറ്റി ചുവടെ ചേർക്കുന്ന ഏത് സെക്ഷനിലാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ ബി സെക്ഷൻ 66E. ദുരന്ത അല്ലെങ്കിൽ അപകട സാഹചര്യങ്ങളിൽ അപകടത്തിൽപ്പെടുന്ന വ്യക്തികളുടെ പരിക്കിന്റെ തീവ്രതയുടെയും നൽകേണ്ട ചികിത്സയുടെയും അടിസ്ഥാനത്തിൽ അപകടത്തിൽപ്പെട്ടവരെ തരംതിരിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ എ ട്രയേജ്. AEDയുടെ ശരിയായ പൂർണ്ണരൂപം ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. രക്തസ്രാവം നിയന്ത്രിക്കുന്നതിനായി ചുവടെ ചേർക്കുന്ന ഏതെല്ലാം ധമനികൾ പ്രഷർ പോയിന്റുകളായി കണക്കാക്കുന്നു? ഓപ്ഷൻ സി ഇവയെല്ലാം. 1, 2, 3. ബ്രാക്കിയൽ ആർട്ടറി, ഫിമോറൽ ആർട്ടറി, പൊപ്ലിറ്റിയൽ ആർട്ടറി. ചുവടെ ചേർക്കുന്നവയിൽ അസ്ഥിഭംഗത്തിന്റെ ലക്ഷണങ്ങളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ബി ഇവയെല്ലാം ശരിയാണ്. 1, 2, 3. അവയവത്തിന്റെ സ്വാഭാവിക ചലനശേഷി നഷ്ടപ്പെടുക, അസ്ഥികൾ ക്രമരഹിതമായി കാണപ്പെടുക, അസ്ഥിഭംഗം സംശയിക്കുന്ന ഭാഗത്ത് വേദന, നീർക്കെട്ട് എന്നിവ അനുഭവപ്പെടുക. പൊള്ളലേറ്റ വ്യക്തികൾക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷയിൽ ശരിയല്ലാത്തത് ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി 3 മാത്രം. പൊള്ളലേറ്റ ഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന വസ്ത്രം ബലമായി നീക്കം ചെയ്യുക. പൊള്ളലേറ്റ വ്യക്തികൾക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷയിൽ ശരിയായവയാണ്: പൊള്ളലേറ്റ ഭാഗം സാധാരണ ജലത്തിൽ കഴുകുക, പൊള്ളലേറ്റ വ്യക്തിക്ക് ബോധം ഉണ്ടെങ്കിൽ ധാരാളം വെള്ളം നൽകുക. ചുവടെ ചേർക്കുന്നവയിൽ പ്രഥമ ശുശ്രൂഷ കിറ്റിൽ ഉണ്ടായിരിക്കേണ്ട വസ്തുക്കൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ ഏവ? ഓപ്ഷൻ ഡി ഇവയെല്ലാം. 1, 2, 3. കത്രിക, റബ്ബർ ഗ്ലൗസ്, അണുവിമുക്തമായ ബാൻഡേജ്, പ്ലാസ്റ്റർ, അണുനാശിനി, സോപ്പ്. പാമ്പുകടിയേറ്റ വ്യക്തിക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷയിൽ ശരിയല്ലാത്തത് ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ 3 മാത്രം. കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം ഒഴുക്കിക്കളയുക. പാമ്പുകടിയേറ്റ വ്യക്തിക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷയിൽ ശരിയായ കാര്യങ്ങളാണ്: കടിയേറ്റ ഭാഗം ഹൃദയത്തിന്റെ ലെവലിൽ നിന്ന് താഴ്ത്തി വയ്ക്കുക, അടിയന്തരമായി ആന്റിവെനം കുത്തിവയ്ക്കാൻ സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തിക്കുക. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി IRCS നിലവിൽ വന്ന വർഷം ഏതാണ്? ഓപ്ഷൻ സി 1920. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ജ്വലന സ്വഭാവമുള്ള വാതകങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്ഷൻ സി ക്ലാസ് സി. ചില പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്നു. ഈ പ്രതിഭാസമാണ് ഓപ്ഷൻ എ ഉൽപ്പതനം. താഴെ പറയുന്നവയിൽ കത്താൻ സഹായിക്കുന്ന വാതകം ഏത്? ഓപ്ഷൻ ഡി ഓക്സിജൻ. LPG ലീക്ക് മണത്തിലൂടെ തിരിച്ചറിയാനായി LPGയിൽ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? ഓപ്ഷൻ ഡി ഈഥൈൽ മെർകാപ്റ്റൻ. ABC ഡ്രൈ കെമിക്കൽ പൗഡറിലെ പ്രധാന ഘടകമായ രാസവസ്തു ഏതാണ്? ഓപ്ഷൻ എ മോണോ അമോണിയം ഫോസ്ഫേറ്റ്. ബ്യൂട്ടൈൻ്റെ ഉയർന്ന ജ്വലന പരിധി എത്ര ശതമാനമാണ്? ഓപ്ഷൻ സി 9. MSDSന്റെ പൂർണ്ണരൂപം എന്താണ്? ഓപ്ഷൻ ബി മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്. കത്താൻ പര്യാപ്തമായ ഒരു വാതകവും വായുവും ചേർന്ന മിശ്രിതം ഒരു ജ്വാലയുടെ സാന്നിധ്യത്തിൽ മിന്നൽ മാത്രയിൽ കത്തി അണയുന്നതിനു വേണ്ട കുറഞ്ഞ ഊഷ്മാവാണ്. ഓപ്ഷൻ സി ഫ്ലാഷ് പോയിന്റ്. TEC ടെർണറി യൂട്ടറ്റിക് ക്ലോറൈഡിലെ ഘടകങ്ങൾ ഏവ? ഓപ്ഷൻ ഡി സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ്. ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം എത്ര kJ/kg ആണ്? ഓപ്ഷൻ ബി 2260.
പ്രഥമ ശുശ്രൂഷയിൽ ഡ്രാബ് എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഓപ്ഷൻ എ ഡേഞ്ചർ റെസ്പോൺസ് എയർവേ ആൻഡ് ബ്രീത്തിങ്. താഴെ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യമായി കണക്കാക്കുന്നത്? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം. ജീവൻ രക്ഷിക്കുക, കൂടുതൽ മുറിവുകൾ ഇല്ലാതെ സംരക്ഷിക്കുക, അപകടത്തിൽ നിന്നും മുക്തി നേടുന്നതിന് സഹായിക്കുക. ഫസ്റ്റ് ഡിഗ്രി പൊള്ളലിന് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ ഇവയിൽ ഏതാണ്? ഓപ്ഷൻ സി പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം കൊണ്ട് ധാര ചെയ്യുക. ഫ്രോസ്റ്റ് ബൈറ്റ് സംഭവിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കാരണം കൊണ്ടാണ്? ഓപ്ഷൻ ഡി ശക്തമായ തണുപ്പ് മൂലം. സ്കാൾഡ് എന്നാൽ എന്ത്? ഓപ്ഷൻ എ നീരാവി കൊണ്ടോ തിളച്ച ദ്രാവകങ്ങൾ മൂലമോ തൊലിക്ക് ഉണ്ടാകുന്ന മുറിവ്. മാക്സിമം ഇൻഹലേഷൻ ശേഷം പരമാവധി പുറത്തേക്ക് വിടാവുന്ന വായുവിൻ്റെ അളവിനെ പറയുന്ന പേരാണ്? ഓപ്ഷൻ ബി വൈറ്റൽ കപ്പാസിറ്റി. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി? ഓപ്ഷൻ ബി സ്റ്റേപ്പിസ് ബോൺ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. താഴെ പറയുന്നവയിൽ ഫയർ ട്രയാങ്കിൾ കോൺസെപ്റ്റിൽ ഉൾപ്പെടാത്ത ഘടകം ഏത്? ഓപ്ഷൻ ഡി ജലം. ഫയർ ട്രയാങ്കിൾ കോൺസെപ്റ്റിൽ ഉൾപ്പെടുന്ന ഘടകങ്ങളാണ് ഓക്സിജൻ വാതകം, ഇന്ധനം, താപം. താഴെ പറയുന്നവയിൽ ശരിയേത്? ഓപ്ഷൻ ബി ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറഞ്ഞതാകുന്നു. 1 യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തെ ഏതു പേരിൽ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ സി വിശിഷ്ട താപധാരിത. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ധനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന രീതി ഏതാണ്? ഓപ്ഷൻ എ സ്റ്റാർവേഷൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപപ്രസരണം നടക്കുന്നത് ഏത് വിധമാണ്? ഓപ്ഷൻ സി വികിരണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ MSDSന്റെ പൂർണ്ണരൂപം ഏത്? ഓപ്ഷൻ സി മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്. പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷറുമായി ബന്ധപ്പെട്ട് പാസിൻ്റെ പൂർണ്ണരൂപം ഏത്? ഓപ്ഷൻ എ പുൾ എയിം സ്ക്യൂസ് ആൻഡ് സ്വീപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പെട്രോളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും ഉചിതമായ എക്സ്റ്റിങ്ക്വിഷിംഗ് മീഡിയം ഏത്? ഓപ്ഷൻ ബി പത. ഗാർഹിക പാചക വാതക സിലിണ്ടറിൽ നിന്ന് LPG ലീക്കായാൽ അത് ഗന്ധം കൊണ്ട് തിരിച്ചറിയുന്നതിന് LPGയോടൊപ്പം ചേർക്കുന്ന രാസപദാർത്ഥം? ഓപ്ഷൻ എ എഥനത്തിയോൾ, ഈഥെയിൽ മെർകാപ്റ്റൺ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ടുള്ള CPRന്റെ ശരിയായ പൂർണ്ണരൂപം ഏത്? ഓപ്ഷൻ സി കാർഡിയോ പൾമനറി റിസസിറ്റേഷൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ CPR നൽകുന്നതിൻ്റെ ഉദ്ദേശം ഏത്? ഓപ്ഷൻ എ ശരിയായ ശ്വാസോച്ഛ്വാസവും രക്തയോട്ടവും പുനഃസ്ഥാപിക്കുന്നതിന്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചറുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി അസ്ഥിയുടെ ഒരു ഭാഗം ഒടിയുകയും മറ്റേ ഭാഗം വളഞ്ഞിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വ്യക്തി ചോക്കിങ്ങിൻ്റെ ലക്ഷണമായി പ്രകടിപ്പിക്കുവാൻ സാധ്യതയില്ലാത്ത കാര്യം ഏത്? ഓപ്ഷൻ ഡി കൈകാലുകളിൽ നീർക്കെട്ട് പ്രകടമാകുക. ചോക്കിങ്ങിൻ്റെ ലക്ഷണമായി പ്രകടിപ്പിക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് കൈകൾ തൊണ്ടയോട് ചേർത്ത് പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ തൊണ്ടഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കാണിക്കുക, ശ്വാസം എടുക്കുന്നതിനും സംസാരിക്കുന്നതിനും ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുക, ത്വക്കിൻ്റെ നിറം ചാരം അല്ലെങ്കിൽ നീല നിറമാകുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ശരീരത്തിൽ പൊള്ളലേറ്റത് മൂലം ഉണ്ടാകുന്ന കുമിളകൾ അടിയന്തരമായി പൊട്ടിച്ചു കളയണം. തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകളാണ്: ശരീരത്തിൽ പാമ്പുകടിയേറ്റാൽ പാമ്പുകടിയേറ്റ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകേണ്ടതാണ്. മുറിവിൽ നിന്ന് രക്തസ്രാവം ഉള്ള പക്ഷം വൃത്തിയുള്ള ഒരു തുണി ഉപയോഗിച്ച് മുറിവുള്ള ഭാഗത്ത് അമർത്തിപ്പിടിക്കേണ്ടതാണ്. അസ്ഥിഭംഗം സംഭവിച്ച ഭാഗത്ത് പലക പോലെ ബലമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ബലപ്പെടുത്തി പരിക്കേറ്റ ഭാഗം അനങ്ങുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്.
ഹൃദയത്തിൻ്റെ സാധാരണ ചലനക്രമം വീണ്ടെടുക്കുന്നതിന് സഹായകരമായ ഒരു ഉപകരണമാണ് AED. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇതിൻ്റെ ശരിയായ പൂർണ്ണരൂപം ഏത്? ഓപ്ഷൻ ബി ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എപ്പിഗ്ലോട്ടിസിൻ്റെ ധർമ്മം എന്ത്? ഓപ്ഷൻ എ ഭക്ഷണവും വെള്ളവും ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാമ്പുകടി ഏറ്റതിൻ്റെ ലക്ഷണങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി മേൽ കാണിച്ചിരിക്കുന്നവയെല്ലാം. പാമ്പിൻ്റെ പല്ലുകൾ ഇറങ്ങിയതിൻ്റെ പാടുകൾ, കടിയേറ്റ ഭാഗത്ത് ഭയങ്കര വേദന, കടിയേറ്റ ഭാഗത്തിന് ചുറ്റും നീർക്കെട്ടും ചുവപ്പ് നിറവും, മനം പുരട്ടലും ഛർദിയും. മുറിവിൽ നിന്ന് രക്തം ശക്തിയായി പുറത്തേക്ക് തെറിക്കുകയും ആയതിന് കടും ചുവപ്പ് നിറവുമാണെങ്കിൽ ഏതുതരം രക്തസ്രാവത്തെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ സി ധമനികൾ മുറിഞ്ഞുള്ള രക്തസ്രാവം. മനു തൻ്റെ കമ്പ്യൂട്ടറിൽ പൂർത്തീകരിച്ചു വെച്ച നിർണായകമായ ഒരു ഔദ്യോഗിക റിപ്പോർട്ട് മനുവിൻ്റെ അനുമതിയില്ലാതെ കണ്ടെത്താനും നശിപ്പിക്കുവാനും വേണ്ടി മനുവിൻ്റെ സഹപ്രവർത്തകൻ വിനു ശ്രമിക്കുന്നു. ഇതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് മറ്റൊരു സഹപ്രവർത്തകനായ വരുൺ ആണ്. വിനു മനുവിൻ്റെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെച്ച ഔദ്യോഗിക റിപ്പോർട്ടിൽ വൈറസ് കലർത്തി നശിപ്പിച്ചു. ഇവിടെ വിനുവും വരുണും ചെയ്ത കുറ്റം? ഓപ്ഷൻ ബി കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവയ്ക്ക് നാശനഷ്ടം വരുത്തി വയ്ക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ബാങ്ക് ഉദ്യോഗസ്ഥ എന്ന വ്യാജേന മുതിർന്ന പൗരനെ വിളിച്ച് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും സ്വകാര്യ വിവരങ്ങളും ഫോൺ മുഖേനയും ഇമെയിൽ മുഖേനയും ചോർത്തിയെടുത്തു. ശേഷം മുതിർന്ന പൗരൻ്റെ അക്കൗണ്ടിൽ നിന്ന് 71,000 രൂപ ഡെബിറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ നടന്ന കുറ്റകൃത്യം ഏത്? ഓപ്ഷൻ എ തിരിച്ചറിയൽ മോഷണം അഥവാ ഐഡന്റിറ്റി തെഫ്റ്റ്. ഓക്കെ, നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്